ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഇത് ഞാൻ ഇന്നൊരു അടിപൊളി റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പി ആയിട്ടോ. ഒട്ടും ഫ്ലോപ്പ് ആവാതെ നമുക്ക് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് അതിന് വേണ്ടി 4 മുട്ടയൊന്ന് നമുക്കൊന്ന് മുട്ടയുടെ യെല്ലോ വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു 1.5 ടീസ്പൂണ് ഞാൻ വനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വനില എസൻസ് ആയത് കാരണമാണ് 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് അതിലോട്ട് നമ്മുടെ പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പിന് മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 മുട്ടയിലേക്ക് വെച്ചിട്ടാണ് 1 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ടാണ് ഈ 1/4 കപ്പിന് മുകളിൽ പൊടിക്കാത്ത പഞ്ചസാര. പിന്നെ അത് നമ്മുടെ വൈറ്റൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് മുട്ടയുടെ മഞ്ഞ കുറേശ്ശെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ 4 മഞ്ഞ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്രീം പരുവത്തിൽ നമ്മുടെ മുട്ട വന്ന് പതിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ അവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ ഒരു 1/4 കപ്പ് പാല്. അപ്പോൾ ഈ പാല് ഞാൻ പാൽപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയെടുത്തിട്ടില്ല കേട്ടോ. പാല് അവൈലബിൾ അല്ലാത്ത കാരണം അതിലോട്ട് 1 ടീസ്പൂണ് മാജിക് റെഡിൻ്റെ ജെൽ കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മാവ് അരിച്ച് വെച്ചായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തുള്ള മിക്സാണ്. അത് 2-3 വട്ടം അരിച്ച് വെച്ചാട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ഈ മിക്സ് ചെയ്ത പാലും കളറിൻ്റെയും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ പതിപ്പിച്ചതിലോട്ട് നമ്മുടെ പൊടിയും നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കളറിൻ്റെ മിക്സും കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ലെവലിൽ തന്നെ ചെയ്തെടുക്കാം. ഒന്നിച്ച് കുത്തി കലക്കാതെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം നന്നായിട്ട് മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് സുർക്കയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് നമ്മുടെ ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റണം. പിന്നീട് അത് അധികം നേരം വെക്കരുത്, പെട്ടെന്ന് തന്നെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലോട്ട് നമ്മുടെ ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ഒരു ചെമ്പൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ ഈ മാവൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു മൂടി വെച്ച് കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. എന്നിട്ട് കുക്കായിട്ടില്ലാണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കും. പക്ഷേ ഇത് കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറിൽ നല്ല പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ക്രീമൊക്കെ റെഡിയായി നമ്മൾ ഇത് ഈ മുകളിൽ ക്രംസ് ഇടാൻ വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ പൊങ്ങി വന്ന മുകൾ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ല വെൽവെറ്റി ഇതിൽ തന്നെ ഫോമിൽ തന്നെ തോന്നുന്നത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാല് വെച്ചിട്ടാണ് ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നത്. അത് നന്നായിട്ട് തന്നെ എല്ലായിടത്തുനിന്ന് സിറപ്പൊന്ന് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാണ് നോസിലിട്ടിട്ടാണ് ഞാൻ ക്രീം ഒന്ന് ഇതാക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം ചെയ്യുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് എല്ലാ ലെവലിലും എത്തും. നല്ലപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ക്രീമൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കത് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ല സുഖമായിട്ടിരിക്കും. അങ്ങനെ ചെയ്തെടുത്ത് നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതും വീണ്ടും നമുക്കൊന്ന് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാലിൻ്റെ സിറപ്പിന് അതിലേക്ക് നമുക്ക് ചെറിയ സിറപ്പ് കാണിച്ചെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ സെയിം നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ എല്ലാം വീണ്ടും ഒന്ന് ക്രീം ചോക്ലേറ്റ് അങ്ങനെ എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം.
ഇനി ഈ ടൈമിൽ നമുക്ക് ചെറി വേണം, ചെറി ക്രഷോ സ്ട്രോബെറി ക്രഷൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ചേർത്തിടും. പക്ഷേ ഈ വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഏറ്റവും അടിയിലെ ലെയറാണ് ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനകത്തും നന്നായിട്ട് തന്നെ സിറപ്പ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നമുക്ക് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഏകദേശം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്രംസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഷൈക്ക് ഒന്നും കൂടെ ബെറ്ററും ചൂടാക്കിയതിന് ശേഷം പൊടിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ സൈഡിലൊക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം ഒരു റോസ് നോസിലിട്ടിട്ട് ചെറിയ റോസ് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ജെംസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നവരുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താണ് അപ്പോൾ തോന്നുന്നത് അതിനനുസരിച്ചിട്ടല്ലേ. പിന്നെ ബാക്കി കുറച്ച് കളർ ഓറഞ്ച് റെഡ് മിക്സ് ചെയ്തിട്ട് ചെറിയ റോസ്റ്റും കൂടെ വന്നിട്ട് അതിന് മേലെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പേരൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ ചെറിയും പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് നമ്മളിതിന് സെൻറ്ററിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടാഗും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുഴുവൻ പണി തീർന്നിട്ട് അപ്പോൾ